ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്ത് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില വീഡിയോസിന് കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ കോപ്പിറൈറ്റ് വന്ന നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ തന്നെ എങ്ങനെ അതിൽ കോപ്പിറൈറ്റ് മാറ്റാൻ പറ്റും, അതിനുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഓപ്പൺ ആക്കണം. നമ്മൾ മൊബൈൽ ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചാനൽ ഓപ്പൺ ആക്കിയിട്ട് കോപ്പിറൈറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയൂല. സോ നമ്മൾ ക്രോമിൽ കൂടെ കയറിയിട്ട് ക്രോമിലുള്ള നമ്മുടെ ചാനൽ നമ്മൾ ഓപ്പൺ ആക്കണം. അപ്പോൾ എങ്ങനെയാണ് ക്രോമിൽ കൂടെ ചാനൽ ഓപ്പൺ ആക്കുക എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ക്രോമിൽ കൂടെ ചാനൽ ഓപ്പൺ ആക്കാം എന്നുള്ളത് അറിയാത്തവരെ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫിൽറ്റർ എന്നുള്ള ഒരു ഭാഗം. ഓക്കെ, അവിടെ ഫിൽറ്റർ എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോപ്പിറൈറ്റ് എന്നൊരു രണ്ടാമത്തെ ഓപ്ഷനിലായിട്ട് കോപ്പിറൈറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതൊക്കെ വീഡിയോസിനാണ് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത് ആ വീഡിയോ മൊത്തം ഇവിടെ വരും. എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോക്കാണ് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ആ വീഡിയോൻ്റെ അടുത്തായിട്ട് നമുക്കൊരു കോപ്പിറൈറ്റ് എന്ന് കാണാൻ പറ്റും. റെസ്ട്രിക്ഷൻ്റെ നേരെ താഴെയായിട്ട് കോപ്പിറൈറ്റ് എന്ന് കാണാൻ പറ്റും. ആ കോപ്പിറൈറ്റിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സി ഡീറ്റെയിൽസ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതിൽ നമുക്കിപ്പോൾ മ്യൂസിക്കിനാണ് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു നീല കളറിൽ സെലക്ട് ആക്ഷൻ എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് 3 മെത്തേഡിൽ നമുക്ക് കോപ്പിറൈറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രിം ചെയ്തിട്ട്, ഒന്ന് റീപ്ലേസ് സോങ്, പിന്നെ ഒന്ന് മ്യൂട്ട് സോങ്. ഓക്കെ, ഇനി നമുക്ക് റീപ്ലേസ് സോങ് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ടൊന്ന് കണ്ടിന്യൂ കൊടുക്കുക. അതിന് ശേഷം അതിലെങ്ങനെയാണ് റിമൂവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആ ചുവപ്പ് കളറിൽ കാണുന്നതാണ് നമ്മുടെ മ്യൂസിക്. അതിനാണ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെ റിമൂവ് ചെയ്യേണ്ടി വെച്ചാൽ, നമുക്ക് ഇതിൽ ഈ മ്യൂസിക് പോയാൽ പിന്നെ വെറും വീഡിയോ മാത്രമേ, കാരണം മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ മ്യൂസിക് കുറേ തരുന്നുണ്ട്. അതിൽ നമുക്ക് ഏത് മ്യൂസിക്കാണോ വേണ്ടത്, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കാണ്, അതിൽ ഏത് മ്യൂസിക്കാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആഡ് എന്നുള്ളൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ നീല കളറിൽ ആ മ്യൂസിക് ഇവിടെ ആഡ് ആവും ചെയ്യും. നമുക്ക് ആവശ്യമില്ല വെച്ചെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയ മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. നമ്മളത് സേവ് ആക്കിയാൽ മതി. അതായത് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ മുകൾ ഭാഗത്തൊരു സേവ് എന്നുള്ള ബട്ടൺ കാണും, അത് സേവ് ആക്കിയാൽ മതി. പിന്നെ അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ മ്യൂട്ട് സോങ്ങിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇവിടെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും മ്യൂട്ട് സോങ് ഓൺലി എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ മ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോൻ്റെ അതിലേത് ഭാഗത്താണ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത് അതിപ്പോൾ റിമൂവ് ആയിട്ടുണ്ടാകും. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയാൽ നമുക്ക് കോപ്പിറൈറ്റ് റിമൂവ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ആ ഫിൽറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരില്ല. കാരണം ഇപ്പോൾ കോപ്പിറൈറ്റ് പോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ അതായത് നമ്മൾ കോപ്പിറൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ശരിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെസ്ട്രിക്ഷൻ എന്നുള്ള ഭാഗത്ത് ചെക്കിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കോപ്പിറൈറ്റ് അവിടുന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതായത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് നമുക്ക് ഇങ്ങനെ 3 രീതിയിൽ വെച്ചും കണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ട്രിം ഞാൻ ഉപയോഗിക്കാറില്ല അങ്ങനെ. അപ്പോൾ ആർക്ക് ഏതാണ് സിമ്പിൾ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.